What's up, guys? It's me, Evo, and Mummy is here. Welcome. ഹലോ കൂട്ടുകാരെ. അപ്പം ഇന്ന് മഴയാണ് കേട്ടോ. ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് നടക്കാൻ ഇറങ്ങിയാണ്. ഞങ്ങളുടെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. 1 മണിക്കൂർ നടത്താണ് ഞങ്ങളുടെ ഗോള്. അപ്പം കുടയൊക്കെ പിടിച്ച് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം എന്താ പോലെ? Your childhood memories? ചൈൽഡ്ഹുഡ് മെമ്മറീസ് ലോഡ്സ്. എൻ്റെ ചൈൽഡ്ഹുഡിലെ ഒരു മെമ്മറിയാണ്. ഒന്നൊന്നുമല്ല, ഒത്തിരി മെമ്മറികളുണ്ട്. Hey, Mummy. പറഞ്ഞാൽ തീരാത്ത മെമ്മറികൾ. Talk about your dreams. Always dreams is privacy. It's fulfilled, you know. Yeah. Dream always keep privacy, and when success, you can noise. Okay? അതാണ് അതിൻ്റെ രസം. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഒരുപാട് ദൂരം നടന്നാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തോന്നുന്നു പറഞ്ഞത് തന്നെ പറയാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഞങ്ങൾക്ക് വാച്ചൊന്നും ഇല്ലായിരുന്നു. യുനോ, വാച്ച്, ഫോണ്. Modern times? Like it was different times, past time? We don't know. It was the past? Watch only for my ഡാഡിന് മാത്രമേ വാച്ച്. So how would you communicate? അന്നെന്ത് സിറ്റിസൺ വാച്ച്, അങ്ങനെ ഒരു അല്ല, HMT വാച്ച്. ഓ, HMT എന്ന് പറഞ്ഞൊരു വാച്ചായിരുന്നു അന്ന്. അതിൻ്റെ ഫാദർ ആദ്യമായിട്ട്. Wait, was it like past time? അതിൻ്റെ റേഡിയോ ഉണ്ടായിരുന്നു. Like past time, Mummy? അതൊക്കെ ഇഷ്ടമായിരുന്നു ഫാദറിന്. അതൊക്കെ Mummy, മേടിച്ചു. was it like your past time? Like past? യാ. അപ്പം Wow, that's crazy. ക്രേസി മീൻസ് ആ കാലഘട്ടം അതായിരുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമല്ലേ? Yeah. 80s ഉള്ള കാലഘട്ടങ്ങളല്ലേ? Yep. But that was 19 something. 90s അല്ല, 70s 80s കാലഘട്ടങ്ങൾ. ഓക്കെ. അപ്പം അന്നൊന്നും നമുക്ക് വാച്ചില്ലായിരുന്നു, ബസ്സും ഇല്ലായിരുന്നു സ്കൂളിൽ പോകാൻ. So how would you reach there? ഞങ്ങൾ കൂട്ടുകാരികളുണ്ട്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് 12 കിലോമീറ്റർ നടന്നു പോകണം കോളേജിലോട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നോ, പാണൽ എന്ന് പറഞ്ഞൊരു ചപ്പുണ്ട്, ഇല. അത് ഇട്ട് കഴിഞ്ഞാൽ ഇന്നൊരു പോയെന്ന് അറിയാൻ പറ്റും. അപ്പം ഞാൻ വരുന്ന വഴിയിൽ ഞാൻ പാണലിൻ്റെ ഇത് പറിച്ചുകൊണ്ട് പോകും, എന്നിട്ട് ഇടും. അപ്പോൾ അവർക്കറിയാം ഞാൻ പോയെന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങൾ. ആ കാലം പറഞ്ഞല്ലേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ ടെക്നോളജി ഈ സമയത്ത് എൻ്റെ ആ പഴയ കാലഘട്ടം എനിക്ക് മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ചൈൽഡ്ഹുഡിലെ. അപ്പം അങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരാൾക്കായിരിക്കും കുടയുള്ളത്, മറ്റേ ഞങ്ങൾക്ക് ചിലപ്പം കുട കാണത്തില്ല. ഞാൻ 2 കുട കൊണ്ട് കളഞ്ഞതിന് എനിക്ക് പണിഷ്മെൻറ്റ്, കുട മേടിച്ചു തന്നില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നേരെ മുത്തുള്ള കുട ചുരുക്കത്തുമില്ല. അവൾ നേരത്തെ പോകും. അങ്ങനെയൊക്കെയുള്ള പിണക്കങ്ങളും പിണക്കങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ മഴ 2-3 പ്രാവശ്യം കുടയില്ലാതെ തന്നെ വിട്ടു. കുട ഇനി മേലിൽ കളയുന്നുള്ള പണിഷ്മെൻ്റ് അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കുടയിലും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കുട മേടിച്ചു തരാതെ വാശിയിലിരുന്നു. ഞാൻ 2 കുട കളഞ്ഞു, വയസ്സിൽ വെച്ച് മറന്നു. അതിങ്ങനത്തെ ജാസിൻ്റെ ഒരു കൂട്ടുകാരൻ ഫോറിനിൽ നിന്ന് കൊണ്ട് കൊടുത്ത്, ഫോറും കൂടെ ആദ്യമായിട്ട് കിട്ടിയത് കളഞ്ഞെന്ന് തന്നെ ഓർത്ത് നോക്കിയേ. സങ്കടത്തിൻ്റെ അങ്ങേറ്റത്തെ സങ്കടമായി. ബസ് വിട്ടുപോയില്ലേ. ബസ്സിൽ നിന്ന് ഒട്ടനെ ഇറങ്ങിയോണ്ട് ഓർത്ത്, പക്ഷേ ബസ് വിട്ടുപോയി. ഓക്കെ. അങ്ങനെ ആ കുട പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നീളമുള്ള കുട മേടിച്ച് തന്നു. ഇതൊരിക്കലും കളയലെന്നും പറഞ്ഞാൽ അതും പോയി. അങ്ങനെയോ അങ്ങനെ 2 കുട പോയതിൻ്റെ പണിഷ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെയുള്ള കുട ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഒരു സാധനം കളയാതെ കൊണ്ടുവരാൻ പഠിച്ചു ആ ഒരു അനുഭവത്തിൽ നിന്ന്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ ജീവിതം എന്തെന്ന് ഞങ്ങൾ പഠിച്ചായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിരുന്നെങ്കിലും ആ ഒരു കാലഘട്ടത്തിൻ്റെ മധുരമുള്ള ഓർമ്മകൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? യു ഫീൽ ഗുഡ്, റൈറ്റ്? എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്? നടന്നു പോകുന്നു, നടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ അന്ന് ചെരുപ്പ്
നടന്ന് കല്ല് ചവിട്ടി അതിൻ്റെ വിഷമം അറിയണമെന്ന് പറഞ്ഞ് ചെരുപ്പ് വാങ്ങാനും എല്ലാം വരുമാനമുള്ള കാലഘട്ടമായിരുന്നു. അവരൊക്കെ ജോലി ചെയ്യുന്നവരായിരുന്നു പാരൻസൊക്കെ. ഇൻകമിനൊന്നും കുറവൊന്നുമില്ലായിരുന്നു. വീട്ടിലാണേലും കശുവണ്ടി അതും ഇതൊക്കെ ഉണ്ടെങ്കിലും മേടിച്ചു തരത്തില്ല, ഇതെല്ലാം അനുഭവിക്കണം എന്ന് പറഞ്ഞ്. അതൊരു വല്ലാത്ത സങ്കടമുള്ള കാര്യം. ഡ്രസ്സാണേലും വളരെ ആർട്ടില്ലാത്തതിനെല്ലാം കൗത്ത് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഇവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മേടിച്ച് തരാത്തതെന്ന് ഓർക്കും. അതൊക്കെ നിങ്ങൾ പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് 2 or 3 ജോഡി ഡ്രസ്സും അത് അലക്കിയിട്ട് അതിൻ്റെ വിഷമം അറിഞ്ഞാലും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന സങ്കടവും കരച്ചിലൊക്കെ ഒന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലൊക്കെ ഒരു ചിരിയുടെ പാതയിലെത്തണമെങ്കിൽ നമ്മളതുപോലെ തന്നെ കഷ്ടപ്പെട്ട് റീച്ചബിൾ ആവണം അല്ലേ? അങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കണം. അപ്പോൾ അതാണ് എൻ്റെ ജീവിതകഥയിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിലൊക്കെ ത്യാഗം സഹിച്ചാലും അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു മക്കളോട്. നല്ല അടിയും തരുമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടില്ലേ എണ്ണ വെച്ച് കുളിപ്പിക്കുമായിരുന്നു. ഒരു 10-11 വയസ്സിന് 2 പേരും കൂടെ ചേർന്ന് എന്നെ. ഞാൻ ഇളയതായിരുന്നു, കുറച്ച് കൊഞ്ചലൊക്കെ എനിക്ക് കൂടുതലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല അടിയും കിട്ടുമായിരുന്നു, എല്ലാവരെക്കാളും കൂടുതൽ എനിക്ക്. ചിലപ്പോൾ ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കും ഒരു പണി എടുക്കത്തില്ലെന്നൊക്കെ ചേച്ചിമാർ. ഞങ്ങൾ പെൺകുട്ടികളായിരുന്നല്ലോ, അപ്പോൾ ചേച്ചിമാർ ഓരോ പണി ഒപ്പിച്ച് തരും എനിക്ക്. പറഞ്ഞ പണിയൊന്നും അവർ ചെയ്തിട്ടില്ല, അവർക്കായിരുന്നു അധികാരങ്ങൾ. നമ്മളാണ് ഇളയതായതുകൊണ്ട് അവർ പറയുന്നതും കേട്ടുള്ള ജീവിതമല്ലേ അന്നത്തെ കാലത്ത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഒരു അടിച്ചും ഇടിച്ചും കളിച്ചും ഒക്കെ വളർന്നൊരു കാലഘട്ടമായിരുന്നു. കുത്തുംകൂത്തിയും പിന്നെ അടി കിട്ടിയും എൻ്റെ പാവാട നേരെ മുത്തോളും കുത്തം മേടിച്ച് കഴിഞ്ഞാൽ ഒട്ടന്നെ കാണാതെ കട്ടിട്ടുണ്ടോ എൻ്റെ നേരെ മൂത്ത ചേച്ചി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 6 വയസ്സായപ്പോൾ മൂത്ത ചേച്ചീനെ കെട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മോ പറയാൻ പറ്റത്തില്ല. അത് മൂത്ത ചേച്ചീനെ കെട്ടിച്ചു വിട്ടപ്പോഴാണ് എല്ലാ 2-3 മാസം കൂടുമ്പോഴേ ചേച്ചി വരുള്ളൂ. 1 മാസം കൂടുമ്പോൾ കേട്ടോ. അത്രയും ദൂരെ കെട്ടിച്ചു വിട്ടേക്കുന്നത്. ഒരു 2-3 മണിക്കൂർ വേണം ബസ്സിന് പോയി തിരിച്ചു വരണമെങ്കിൽ ആ കാലഘട്ടത്തിൽ. ഒരുപാട് ദൂരമായി കഥകൾ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, പിന്നെ പറയാം ബാക്കി കഥ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്.